കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. പ്രതിയാളുடைய കർത്താവിന്റെ ദാസനെ ഓർത്ത് ഇതിനെ നമുക്ക് എഴുതുന്നു. ഇപ്പോൾ അയച്ചതിനാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കർത്താവിനെ ഏവരെ അനുഗ്രഹിച്ചിട്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കഴിഞ്ഞ 2 വർഷക്കാലം ദിവസമായിരുന്നു. ഇന്നലത്തെയോടുകൂടി കോട്ടയം മീറ്റിങ്ങിൻ്റെ അവസാനമായി ഇന്ന് ഈ വെള്ളിയാഴ്ച പ്രാർത്ഥനയോടുകൂടി ഞങ്ങളുടെ വെള്ളിയാഴ്ച പ്രാർത്ഥനയും നിർത്തുകയാണ്. വരുന്ന ഞായറാഴ്ച മുതൽ, അതായത് ഈ ഞായറാഴ്ച അല്ല, അടുത്ത ഞായറാഴ്ച മുതൽ നമ്മുടെ സഭയുടെ അടുത്ത ചുമതല വഹിക്കുന്നതിന് വേണ്ടി കൗൺസിലിനാൽ നിയമിതനായ പാസ്റ്റർ മാമൻ വർഗീസ് അവറുകൾ ഈ സഭായോഗത്തിൽ അടുത്ത വരുന്ന സഭായോഗത്തിൽ പങ്കെടുക്കുകയും തുടർന്നുള്ള കാര്യങ്ങൾ ദാസന്റെ നിർദ്ദേശപ്രകാരമായിരിക്കും ഇവിടെ നടത്തപ്പെടുന്നത്. ആയതുകൊണ്ട് നാളെ വെള്ളിയാഴ്ച പ്രാർത്ഥനയും കടന്നു വരികയും കഴിയുകയും പ്രാർത്ഥനയും ചെയ്ത എല്ലാ നിയമങ്ങളോടുള്ള നന്ദി അറിയിക്കുന്ന കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് കർത്താവിൻ്റെ ദാസനെ ദൈവം നമുക്ക് അയച്ചിട്ടുണ്ട്. ദൈവം നമുക്ക് ആവശ്യമായുള്ള സന്ദേശം, ദൈവികമായ ആലോചനകൾ ദൈവം നമുക്ക് നൽകി തരുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ദാസനെ എനിക്ക് അധികമായി പരിചയമൊന്നുമില്ല, മുഖപരിചയം. അപ്പോൾ തന്നെ ഒരു ദിവസം ഞങ്ങൾക്ക് കാണുവാൻ, വിശുദ്ധമായ നിലയിൽ ഒന്ന് കാണുവാൻ ഈ ഒരു അവസരമൊരുക്കി, ശ്രീ ദൈവദാസനെ കാണുവാൻ അവസരമൊരുക്കി. ഞങ്ങളുടെ മുതൽക്കാർ പ്രിയ ദാസയും കടന്നു ജീവിതത്തിൻ്റെ മണ്ഡലത്തിലേക്ക് കർത്താവ് അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ആൻറ്റിയെ എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഷാരോൺ തിരുവല്ല ഷാരോൺ സഭയുടെ മെമ്പറായി സേവനമനുഷ്ഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് പോലക്കാർ ദൈവദാസി അനുഗ്രഹിക്കുന്നവർ ഞങ്ങൾ ദൈവം നമുക്ക് നൽകി തരുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസനെ തുടർന്ന് ഏൽപ്പിച്ചുകൊണ്ട് തിരിച്ചു. ഭാഷ സമയം എടുക്കുന്നു. എന്തോ ഭാഷ കുറച്ച് സമയം ലാസ്റ്റ് ഇല്ല, എല്ലാം കൂടെ ഞാൻ പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഒരു വെള്ളിയാഴ്ച പ്രാർത്ഥനയിൽ, ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്ന കൃപയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. 2024 വർഷം ഏപ്രിൽ മാസം 12 ദിവസം നമുക്ക് ഇങ്ങനെ ആയിരിക്കാൻ കർത്താവ് നൽകുന്ന എല്ലാ കൃപയോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കർത്താവ് നമ്മളെ വഹിച്ചല്ലോ, ബലപ്പെടുത്തിയ കർത്താവിൻ്റെ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവസന്നിധിയിൽ ആയിരിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർ പറഞ്ഞാലും ഒരു തവണ ഞങ്ങൾ ആലയത്തിൽ വന്ന് പാസ്റ്ററെ പരിചയപ്പെട്ടായിരുന്നു. അത് ഏകദേശം 2.5 മാസം മുമ്പേ ആയിരുന്നു. വരാമെന്ന് പറഞ്ഞെങ്കിലും പിന്നെ സാവകാശം ലഭിച്ചില്ല. കഴിഞ്ഞ ദിവസം സ്റ്റാറ്റസിൽ പാസ്റ്ററിൻ്റെ ഫോട്ടോ പാസ്റ്റർ ആൻറ്റി മോനും കൂടി CMൻ്റെ വക മൊമെൻറ്റം കൊടുക്കുന്നത് കണ്ടപ്പോഴാണ് ഒരു സംശയം തോന്നി. ആണോ ഇല്ലയോ എന്താ എന്ന പേര് പഴയതല്ലാണോ എന്ന് ചോദിച്ചപ്പോഴും പറഞ്ഞില്ല, ഞങ്ങൾ പോവാണ്, മാറാമെന്ന് പറഞ്ഞു. സ്തോത്രം. ഞങ്ങൾ ചിന്തിക്കാൻ ഞങ്ങൾ വന്നിട്ട് ഈ ദേശത്ത് വന്നിട്ട് 2 മാസം കഴിഞ്ഞു. ചില സഭകൾ കടഞ്ഞ വിദേശത്തുള്ള സഭകൾ പോകാനും ദേവദാസന്മാരെ പരിചയപ്പെടാൻ നമ്മൾ ഇടയാറന്മുള IPC മുതൽ അങ്ങനെ തെക്കേമല ഭാഗം വരെയുള്ള കോഴഞ്ചി വരെയുള്ള ചില സഭകൾ പരിചയപ്പെടാൻ കർത്താവ് സഹായിച്ചു ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ചില ദേവദാസന്മാർ അവരെ ആത്മീയമായ ഒരു താല്പര്യത്തിൽ സ്തോത്രം ഇടയ്ക്കിടയ്ക്ക് ആ സഭകൾ പോകാനും ഒക്കെ ആത്മീയ ബന്ധം തുടരുവാനൊക്കെ കർത്താവ് സഹായിച്ചെന്നാൽ സ്തോത്രം ഈ പരിചയപ്പെട്ടവർ പകുതി ആൾക്കാരും മാറിപ്പോവാം. IPCയിലായിക്കോട്ടെ, ഷാരോണിലായിക്കോട്ടെ, ചർച്ചകൾ എല്ലാ പാസ്റ്റർമാരും മാറുകയാണ്. സ്തോത്രം. പക്ഷേ 2 മാസം കൊണ്ട് കർത്താവ് ഞങ്ങൾക്ക് നൽകിയ ഒരു ആത്മീയ ബന്ധത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. അവരാരെയും അറിയില്ല. സ്തോത്രം. വിവിധ ദേശങ്ങളായിരുന്ന അവരെ കർത്താവ് ഈ ദേശത്ത് കൊണ്ടുവന്നു. ഇവിടെയുള്ള സഭകൾക്ക് ശുശ്രൂഷ ചെയ്യുവാനും കർത്താവിൻ്റെ സമയം വന്നപ്പോൾ കർത്താവ് അവരെ ഇവിടുന്ന് മടക്കി അയക്കുന്ന, അല്ലെങ്കിൽ വേറൊരു ദേശത്ത് അയക്കുന്ന കൃപയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തു നാമത്തിലെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് ദാസൻ പാസ്റ്റർ ഓർത്തും അതുപോലെ ഗ്രേസി, കർത്താവ് ദാസി ഗ്രേസിക്കായി ഓനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ് അവരെ ഏൽപ്പിച്ച ശുശ്രൂഷ കഴിഞ്ഞ വർഷങ്ങളെല്ലാം ദിവസങ്ങൾ ചെയ്യുവാൻ കർത്താവ് അവരെ സഹായിച്ചോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. സ്തോത്രം. ഞങ്ങൾ വേറൊരു സഭയിൽ പോകാൻ വേണ്ടിയാണ് ഇരുന്നത്. എന്നാൽ പെട്ടെന്ന് പാസ്റ്ററിനെ മാറുകയെന്ന് പറഞ്ഞപ്പോൾ ഇനി സാവകാശം ലഭിക്കില്ലല്ലോ, അതുകൊണ്ട് സ്തോത്രം അങ്ങനെ വന്നു. ഇന്ന് വെള്ളിയാഴ്ച വന്ന് കൂടിയിട്ട് പോകാമെന്ന് വിചാരിച്ചാണ് വന്നത്. സ്തോത്രം. പാസ്റ്റർ പറഞ്ഞ ചുരുക്കം ചിലമായിരിക്കുള്ളൂ, അത് ഞങ്ങൾക്ക് അറിയാവുന്ന ചില കാര്യമാണ്, സത്യമായ കാര്യമാണ്. എല്ലാ സഭ എത്ര വലിയ സഭയാണെന്ന് പറഞ്ഞാലും വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ചുരുക്കം ആൾക്കാരെ ഉള്ളൂ. അത് സ്വന്തം അമ്മച്ചിമാർ അപ്പച്ചന്മാർ, അത് ഇവിടെ ഇല്ലാത്തതിനായി സ്തോത്രം. സാധാരണ എല്ലായിടത്തും തല നിറച്ച ആൾക്കാരെ ഉള്ളത്, തല നിറച്ചപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രായമുള്ള ആൾക്കാർ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ഉണ്ടാകുന്നു.
സ്വോത്രം. പ്രൈസ് ലോർഡ്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ചില വിഷയങ്ങളോർത്ത് പ്രാർത്ഥിപ്പാൻ ദൈവാത്മാവ് നമ്മളെ സഹായിച്ച കൃപയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു, സ്വോത്രം ചെയ്യുന്നു. കർത്താവ് ദാസന് സ്വോത്രം കുടുംബമായി കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. ഈ സഭയ്ക്ക് ഒരു അനുഗ്രഹമായി തീർന്ന പോലെ കർത്താവിനെ അയക്കുന്ന സഭയ്ക്കും ദേശത്തിനും അതിലുപരിയായി സ്വോത്രം ഇരട്ടി ശക്തിയോടെ കർത്താവോട് ഉപയോഗിക്കും, അവരെ സഹായിക്കും, അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. സ്വോത്രം. ചില കാര്യങ്ങൾ വേഗത്തിൽ ഓർപ്പിച്ച് ഞാൻ ഇരുപ്പാൻ ആഗ്രഹിക്കുകയാണ്. സ്വോത്രം. വന്നിരുന്നപ്പോൾ ആദ്യം വന്നിരുന്നപ്പോൾ ആകെ ഒരു സഹോദരിയെ കണ്ടുവന്നാണ്. പുറവശം കണ്ടുള്ള ഒരു സഹോദരി. അപ്പോൾ ഞാൻ വിളിച്ചു ഒരാൾ മാത്രമേ ഉള്ളൂ. പാസ്റ്ററിന് ചുരുക്കം ജനമായിരിക്കും, അത് ഒരാൾ മതി. ഞാനും എൻ്റെ ഭാര്യ 2, പാസ്റ്ററും ആൻറ്റി 4, മോനെ പ്രതീക്ഷിച്ചില്ല. സ്വോത്രം. ഒരു സഹോദരി. 6 പേരുണ്ട്. പെട്ടകത്തിലെ 8 പേരായിരുന്നു. 6 ആയാലും കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് പിന്നെ ശബ്ദങ്ങൾ കൂടാൻ തുടങ്ങി. സ്വോത്രം ചെയ്യുന്ന കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്വോത്രം. ദൈവാത്മാവ് വന്നിരുന്നപ്പോൾ നൽകിയ ഒരു ചിന്ത, ഒരു സ്വോത്രം, ഒരു വെളിപ്പാട് ഹന്നയെക്കുറിച്ചാണ് കർത്താവ് ഓർപ്പിച്ചൊരു കാര്യം. ഹന്ന സ്വോത്രം ആലയത്തിൽ പോയി പ്രാർത്ഥിക്കുമായിരുന്നു. ഹന്ന പക്ഷെ പോയി പ്രാർത്ഥിച്ചത് ഒറ്റയ്ക്കായിരുന്നു, ആരും ഇല്ലാത്തപ്പോഴാണ്. സ്വോത്രം. കാരണം എന്താണ്? അവൾ വീട്ടിൽ നിന്ന് അനുഭവിച്ചതാണ്. അതുകൊണ്ട് പുറത്തു പോയാൽ ആലയമായാലും ആൾക്കാർ എന്നെ നിന്ദിക്കുമെന്ന് അറിയാം. അത് അന്നും സംഭവിക്കുന്നു, ഇന്നും സംഭവിക്കുന്നു. ആലയമാണെന്ന് പറഞ്ഞിട്ട് വിഷയമില്ല. സ്വോത്രം. വേണം അവിടെയുള്ള ദേവദാസൻ പോലും അല്ലെങ്കിൽ സെൻട്രൽ പാസ്റ്റർ പോലും അവളുടെ വിഷയം അറിഞ്ഞില്ല. അവൾ കള്ളു ഒളിച്ച് ഇരിക്കുകയെന്ന് താൻ വിചാരിച്ചത്. അപ്പോൾ അവൾ ദൈവാത്മാവ് ഓർപ്പിച്ചത് ആലയം ശൂന്യമായി കിടന്നാലും ദൈവാത്മാവ് സ്വന്തം നൽകുന്ന സമയങ്ങൾ ആലയത്തിൽ വന്ന് കരയുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു, പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. സ്വോത്രം. ആ പ്രാർത്ഥന നമ്മുടെ വിഷയങ്ങൾ മാത്രമല്ല, മറ്റുള്ള സഭയ്ക്ക് വേണ്ടിയുള്ള വിഷയങ്ങൾ, സഭയ്ക്ക് വേണ്ടി ഇടു നിൽക്കാൻ, ദേശത്തിന് വേണ്ടി കരയുവാൻ അവൾ പ്രാർത്ഥിച്ചത്. സ്വോത്രം. അത് ഹല്ലേലൂയ. ഏത് കാലത്താണ്? അതേ വചനം ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ഏലി പുരോഹിതൻ്റെ കണ്ണ് മങ്ങിയ, അല്ലെങ്കിൽ ദർശനം നഷ്ടപ്പെട്ട മങ്ങിയ ഒരു അവസ്ഥയിലാണ് അവൾ പ്രാർത്ഥിച്ചത്. സ്വോത്രം. ഏലിയുടെ 2 മക്കളാണെങ്കിലോ അവർ ദുഷ്ടന്മാരായിരുന്നു, പ്രൈസ് ദി ലോർഡ്, ഭക്ഷണന്മാരായിരുന്നു. പക്ഷേ എന്നിട്ടും അവൾ പ്രാർത്ഥിച്ചു, നീ എനിക്കൊരു മകനെ തന്നാൽ അവനെ ഞാൻ എന്ത് ചെയ്യും? എഞ്ചിനീയറും ഡോക്ടറും ആക്കുമെന്നല്ല, ഞാൻ അവനെ വേലയ്ക്ക് വേണ്ടി ആക്കും. സ്വോത്രം. ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. കാരണം ആ വിഷയം ഇന്നത്തെ കാലത്ത് പോലെ നമ്മൾ കാണുന്നത് ആർക്കും വേലയ്ക്ക് സമർപ്പിക്കുവാൻ താല്പര്യമില്ല. കാരണം എന്ന് പറയുന്നത് എന്താണ്? പാസ്റ്റർമാർ അങ്ങനെയാണ്, പാസ്റ്റർമാർ ഇങ്ങനെയാണ്, സുവിശേഷ വേല ഇങ്ങനെയാണ്, സഭകൾ ഇങ്ങനെയാണ്. പക്ഷേ ആ ഹന്ന എന്ന സഹോദരി ലഭിച്ച ഒരു കുഞ്ഞ് വർഷങ്ങളോളം കാത്തിരുന്നു. പക്ഷേ കാത്തിരുന്നതിൻ്റെ അവസാനം അവൾക്ക് ലഭിച്ചപ്പോഴോ അവൾ നേർന്നത് അവൾ ചെയ്തു. സ്തോത്രം. ദൈവമക്കളെ, അതുകൊണ്ട് കർത്താവിൻ്റെ ആത്മാവ് ഓർപ്പിക്കുന്നത്, അതേസമയം ആരുണ്ടായാലും ഇല്ലെങ്കിലും പൂട്ടിയിരിക്കുകയാണെങ്കിൽ പാസ്റ്ററോട് മേളിൽ പോയി, അല്ല ആൻറ്റി അടുത്ത് മേളിൽ പോയി താക്കോൽ മേടിച്ച് വന്ന് ഒറ്റയ്ക്കെന്ന് പ്രാർത്ഥിച്ചാലും ആ ഏകയായി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ദൈവസന്നിധിയിൽ വിലയുണ്ട്. ദൈവസന്നിധിയിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. മനുഷ്യരെ കാണിക്കാനും കാണാൻ വേണ്ടിയല്ലല്ലോ. ദൈവസന്നിധി അതേ സമയം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അത് വില കണ്ട് കർത്താവ് അതേ നിങ്ങൾ പ്രാർത്ഥിക്കാത്ത നിങ്ങളുടെ വിഷയത്തിലും കർത്താവ് പ്രവൃത്തി ചെയ്യും എന്ന് ഓർപ്പിക്കട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആൾക്കാരെ കണ്ട് ഹല്ലേലൂയ സ്തോത്രം കാത്തിരിക്കേണ്ട, അത് നിങ്ങൾ തന്നെ വന്ന് കരയുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. രണ്ടാമതൊരു കാര്യം എനിക്ക് വളരെ സന്തോഷം തോന്നി. സ്തോത്രം. ദൈവാത്മാവ് അങ്ങനെ സംസാരിച്ചു. പാസ്റ്റർ ആ പാട്ട് പാടിയപ്പോൾ ജോൺ വർഗീസ് എന്ന് പറയുന്ന മുട്ടൻ വർഗീസ് നമ്മൾ പൊതുവെ അറിയപ്പെടുന്നത് കഴിഞ്ഞ മാസം താൻ പ്രിയം വെച്ച കർത്താവിനെ സന്നിധി ചേർക്കപ്പെട്ടു. ആ ദേവദാസൻ അനേക പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. സ്തോത്രം. എല്ലാ പഴയ പാട്ടുകളെല്ലാം അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് അവിടെ എഴുതിയത്. ഇന്ന് ഈ കാലത്തിലെ പുതിയ പാട്ടുകൾ എല്ലാം അങ്ങനെയല്ല. സ്തോത്രം. എന്നാൽ പലതും അങ്ങനെയാണ്. സ്തോത്രം ചെയ്യുന്നു. എന്നാൽ പഴയ പാട്ടുകൾക്ക് ആ ഒരു ആഴമുണ്ട്. സ്തോത്രം. അവരുടെ വേദനയിലാണ് അവർ എഴുതിയത്. ഇന്നത്തെ അധികവും എന്താണ്? അവർ ഹല്ലേലൂയ നന്മയുടെ പുറത്താണ് അവർ എഴുതുന്നത്. പക്ഷേ പഴയ പാട്ടുകൾ അങ്ങനെയല്ല. ഓരോരുത്തരും ആ ദേവദാസനെക്കുറിച്ച് ഓർപ്പിച്ച പോലെ ഹല്ലേലൂയ താൻ തനിക്കതെല്ലാം എല്ലാം വിറ്റ്, സ്തോത്രം, തൻ്റെ സാക്ഷ്യം പറയുന്നുണ്ട്, താൻ സകലവും കർത്താവിന്റെ നാമത്തിന് വേണ്ടി കൊടുത്തു, വേലയ്ക്ക് വേണ്ടി കൊടുത്തു. എന്നിട്ട് അത് ദുഃഖമില്ലാതെ പക്ഷേ ഭാര്യ ഉണ്ടായത്, ഭാര്യ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാതെ അച്ഛാ നമ്മൾ എന്ത് ചെയ്യും? അത് പട്ടിണി കിടന്ന അനുഭവത്തിൽ, മക്കൾക്ക് കൊടുക്കുവാൻ ഇല്ലാത്ത അനുഭവത്തിലൊക്കെ താൻ ആ ഭാര്യയെ ചോദിക്കുന്ന ഒരു അനുഭവം മാത്രം. ആ ഒരു ഭാര്യ മാത്രമല്ല, ഈ കേരളത്തിന് മണ്ണിൽ അതേ പെന്തക്കോസ്ത് ഗോളം വളർന്നത് അത് അനേക വിശ്വാസികളുടെ വിശ്വാസ നിമിത്തമാണ്. അനേകരുടെ അതേ സ്ഥലങ്ങൾ, അവരുടെ ആ വീടുകൾ എല്ലാം അപഹരിക്കപ്പെട്ടു. മാത്രമല്ല, അവർ ഈ വിശ്വാസം വന്നപ്പോൾ സ്നാനത്തിൽ കലക്കവെള്ളത്തിൽ അവർ സ്നാനപ്പെട്ടപ്പോൾ അവരുടെ വീടുകളിൽ നിന്ന് പുറത്താക്കി. സ്തോത്രം. അനേകം അനുമമാം എന്ന് പറയുന്ന ആൻറ്റിമാരൊക്കെ പോലെ അനേക
അനേകർ ഈ ദേശത്ത് ഇടയാളമുള്ള അത് ആറന്മുള സ്തോത്രം കോഴഞ്ചേരിയൊക്കെ ദേശത്ത് പട്ടണ ജില്ലയിൽ തന്നെ അനേക ആയിരക്കണക്കിന് മാതാപിതാക്കളുടെ അതേ ത്യാഗനിമിത്തമാണ് നമുക്ക് ഇന്ന് സ്വസ്ഥമായി ഇത്രയും വലിയൊരു ആലയത്തിൽ സ്വസ്ഥതയോടെ കർത്താവിനെ ആരാധിക്കുവാൻ മഹത്വപ്പെടുത്താൻ സാധിക്കുന്നത്. അതുകൊണ്ട് ദൈവമക്കളെ, ഞാൻ ഈ ദിവസങ്ങൾ ഇവിടെ വന്നപ്പോൾ അതേ ഈ ദേശത്ത് ആദ്യമായി കാൽ ചവിട്ടി ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ചില ആലയങ്ങളുടെ പേരുകളുണ്ട്. സ്തോത്രം. അത് ദൈവാത്മാവിനെ ഓർപ്പിച്ചത്, നീ വലിയ പ്രവാചകനൊന്നും ആയൊന്നും പ്രവചിക്കേണ്ട, ഒരു കാര്യം നീ ഓർപ്പിക്കണം, എൻ്റെ ഹിതം എന്താണ്. അന്നും ഇന്നും 21 വർഷമല്ല 30 വർഷമായിട്ട്, 21 വർഷം ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 30 വർഷമായി കർത്താവ് വേലയിൽ ചെയ്യുന്ന ഒരേ ഒരു കാര്യം അവൻ്റെ ഹിതം സഭയോട് അറിയിക്കുക. അത് കുടുംബത്തോടായാലും ഒരു മനുഷ്യനോടായാലും സഭയോടായാലും അവൻ്റെ ഹിതം. നിങ്ങളുടെ ഹിതം അറിയിക്കുന്ന ആൾക്കാരുണ്ട്, നിങ്ങളുടെ ഹിതം മനസ്സിൽ പ്രവചിക്കുന്നവരുണ്ട്. സ്തോത്രം. പക്ഷെ എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ദൈവത്തിന് ഹിതമറിഞ്ഞ്, ദൈവത്തിന് ഇഷ്ടമറിഞ്ഞ്, അല്ലെങ്കിൽ അല്ല മറുവശം പറഞ്ഞാൽ ഈ പ്രമാണം അത് അറിയിക്കുക, ഓർമ്മപ്പെടുത്തുക എന്നൊരു ശുശ്രൂഷ മാത്രമേ എന്നെ ഏൽപ്പിച്ചുള്ളൂ. അത് പ്രവാചകനായിട്ടോ പാസ്റ്ററായിട്ടോ എന്തായാലും സുവിശേഷകനായിട്ടോ അല്ലെങ്കിൽ വേണ്ട. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, സ്തോത്രം, പണ്ടത്തെ പോലെ നമുക്ക് ഉണ്ടായ ഒരു കാര്യമാണല്ലോ അത്. സ്തോത്രം, ഉപദേശിമാർ, സ്തോത്രം, വെറും ഉപദേശി മാത്രമല്ല പാസ്റ്ററെ, സഞ്ചാര ഉപദേശി, അല്ലേ? സഞ്ചി ഉപദേശിയുണ്ട്, സഞ്ചാര ഉപദേശിയുണ്ട്. സ്തോത്രം. ഇപ്പോൾ രണ്ടും കൂടി പ്രൈസ് ലോർഡ്. ആ ഒരു അനുഭവമാണ് കർത്താവ് നൽകുന്നത്. സ്തോത്രം. ഞാൻ ചില സഭകളൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്, കാരണം ആ വാക്കൊക്കെ വിട്ടുപോയി. ഉപദേശിക്കുന്ന വാക്കേ നമുക്കിപ്പോൾ ഇല്ല. സഞ്ചാരി ഉപദേശിയായിട്ട് പലയിടത്തും പോകുന്നത്. അതിന് പലർക്കും സ്തോത്രം ഇന്ന് പ്രസ്ഥാനത്തിലാണ്, ഏത് പ്രസ്ഥാനത്തിലാണ്, എവിടെ പഠിച്ചു, എന്ത് ചെയ്യുന്നൊക്കെയാണ് ആൾക്കാർക്ക് താല്പര്യം. അതേസമയം ഒരു പാസ്റ്റർ വരുമ്പോൾ, ഒരു അതിഥി വരുമ്പോൾ ഒരു 2 വാക്ക് അവരെ കുറിച്ച് നല്ല വാക്ക് കേൾക്കുവാനും പറയുവാൻ നമുക്കില്ലെങ്കിലും ഒരു പ്രയാസമാണ്. അയ്യോ, ഇന്ന് പാസ്റ്റർ വന്നു, അപ്പോൾ പാസ്റ്റർ അവിടെ സ്തോത്രം IPCയിലെ സെൻട്രൽ പാസ്റ്ററാണ്, അല്ലെങ്കിൽ അവിടുത്തെ വടക്കേന്ത്യയിലെ വലിയ വേല ചെയ്യുന്ന ആളാന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ആശ്വാസം, സന്തോഷം. ഒന്നില്ലാത്തപ്പോൾ ഞാൻ കയറി വന്ന് എനിക്ക് പറയാനൊന്നുമില്ല, ഇല്ല. സ്തോത്രം. കർത്താവ് തന്നിട്ടുണ്ട്, പക്ഷേ പറയേണ്ട ആവശ്യം എനിക്കില്ല. സ്തോത്രം. എനിക്ക് പറയാനൊരു കർത്താവിനെ കുറിച്ചാണ്. മാത്രമല്ല സ്തോത്രം, രണ്ടാമത്തെ കാര്യം ഓർപ്പിച്ച്, ആ പാട്ട് പാടിയപ്പോൾ കർത്താവ് ഓർപ്പിച്ച്, നിങ്ങളൊക്കെ നല്ലോണം അറിയുന്ന, നിങ്ങൾ നല്ലോണം അറിയുന്ന എനിക്കറിയില്ല, പക്ഷേ എൻ്റെ ഭാര്യയെ സ്തോത്രം അത് ഷാരോണിൻ്റെ ബൈബിൾ കോളേജിൽ പഠിപ്പിച്ച P.T. തോമസ് സാറിനെ കുറിച്ച് ദൈവാത്മാവ് ഓർപ്പിച്ച്, വളരെ നാൾക്ക് ശേഷമാണ് അങ്ങനെ ഓർമ്മ കർത്താവ് നൽകി ഓർത്ത് സ്തോത്രം ചെയ്യുന്നത്. കർത്താദാസൻ്റെ ഭാര്യ പഠിപ്പിച്ചിട്ടുണ്ട്. പാസ്റ്റർ എപ്പോഴും അല്ലെങ്കിൽ സാർ എപ്പോഴും തന്നെ പറയുന്ന ഒരു സാക്ഷ്യമാണ്. സ്തോത്രം. അത് അല്ലെങ്കിൽ ആ പാട്ട് പാസ്റ്റർ പാടിയപ്പോൾ വളരെ അല്ലെങ്കിൽ വളരെ അത് കണ്ണുനീരോടെ ഞാൻ ആ കാര്യം ഓർക്കുമായിരുന്നു. ആ പറയുന്ന കാര്യമാണ്, അന്ന് താൻ വിശ്വാസം കൊണ്ട് അവർ ഇറങ്ങി തിരിച്ചപ്പോൾ സ്തോത്രം അവരുടെ വീട്ടിൽ നിന്ന് പുറത്താക്കി. മുടി വെട്ടുവാൻ പോലും കടയിൽ കയറ്റില്ലായിരുന്നു. മുടി വെട്ടാൻ കടയിൽ അന്ന് കേട്ടോ. ഇന്നിപ്പോൾ നമുക്ക് ട്രിമൂറും പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട്, ആൾക്കാർക്ക് പഠിച്ച് നമുക്ക് വെട്ടാം. അപ്പനെ മക്കളുടെ വെട്ടും, മക്കളുടെ അപ്പനെ വെട്ടും എന്നൊക്കെ ഉണ്ട്. പക്ഷെ അന്ന് അങ്ങനെയൊന്നുമല്ല. കടയിൽ പോയാലേ അതിനുള്ള ആൾക്കാരുണ്ട്, അതിനുവേണ്ടി ഒരു ജാതി തന്നെ ഉണ്ട്. അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പുണ്ട്, ആൾക്കാരുണ്ട്. അപ്പോൾ കടയെ പോലും അവർ കയറ്റില്ലായിരുന്നു. സ്വന്തം വളർത്തി നടക്കാൻ പറ്റില്ലല്ലോ, വിശ്വാസിയല്ലേ, പെന്തക്കോസ്തലനല്ലേ. അതേ ആൾക്കാർ കളിയാക്കും. അതുകൊണ്ട് എന്ത് ചെയ്യും, അച്ഛൻ അല്ലെങ്കിൽ പാസ്റ്ററൊക്കെ അപ്പൻ എന്ത് ചെയ്യും, അവരെ സന്ധ്യാസമയങ്ങൾ, രാത്രി സമയങ്ങളിൽ വിളക്ക് കൊണ്ടുപോയി അവരെ ആ തോട്ടത്തിൽ, വാഴത്തോപ്പിൽ അല്ലെങ്കിൽ വാഴത്തോട്ടത്തിൽ കൊണ്ടുപോയി രാത്രി സമയങ്ങളെ വെട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ചരിത്രം നമുക്കുണ്ട്. അത് ഒരാളുടെ കാര്യം മാത്രമല്ല, അനേകനാണ് ആയിരക്കണക്കിന് സാധാ വിശ്വാസി, പാസ്റ്റർമാരെക്കാളും സാധാ വിശ്വാസിയുടെ ചരിത്രമാണ് അത്. ആ സ്ഥാനത്ത് ഇന്ന് ഞാൻ ചിന്തിക്കാൻ എനിക്ക് വളരെ പെട്ടെന്ന് ദുഃഖം വന്നത്. സ്തോത്രം. ഇന്നത്തെ നമ്മുടെ മക്കളുടെ സ്റ്റൈലാണ്. ഒരുത്തന്നെ അവിടെയും വെട്ടിയും ഇവിടെയും വെട്ടിയും, കോഴിയുടെ തലയും കോഴിയുടെ വാലും ഒക്കെ പോലെയാണ് അവരുടെ സ്റ്റൈല്. പക്ഷേ അതിനുവേണ്ടി വില കൊടുത്ത പിതാക്കന്മാരുണ്ട്. മുടി വെട്ടാൻ പോലും പറ്റാതെ അവർ പുറത്താക്കിയ സ്ഥാനത്ത് ഇന്ന് നമുക്ക് ഏത് സ്റ്റൈലിലും എത്ര പൈസ കൊടുത്ത് വെട്ടുവാനുള്ള സാവകാശമുണ്ട്. പക്ഷെ ലഭിച്ചത് എങ്ങനെയാ? ഒരു തലമുറ നമുക്ക് വേണ്ടി അധ്വാനിച്ചു, ഒരു തലമുറ നമുക്ക് വേണ്ടി വില കൊടുത്തു. സ്തോത്രം. അതുകൊണ്ട് ദൈവാത്മാവ് ഓർപ്പിക്കുന്ന നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി അല്ല, കർത്താവിനെ വരവ് താമസിച്ചാൽ ആയുസ്സും ആരോഗ്യം നൽകിയാൽ നിങ്ങളുടെ കൊച്ചുമക്കൾ, എനിക്ക് തോന്നുന്ന കാണുന്നു, പക്ഷെ അഥവാ അത് കൊച്ചുമക്കൾ വന്നാൽ ഒരു ആയുസ് കർത്താവ് നൽകിയാൽ അത് ആ കൊച്ചുമക്കൾ ഈ വിശ്വാസത്തിൽ ഈ ബൈബിൾ എടുത്ത് നടക്കണമെങ്കിൽ, അതേ കർത്താവിന് വേലക്കാരാകണമെങ്കിൽ, അല്ല സാധാരണ വിശ്വാസിയായി അവർ ജീവിക്കണമെങ്കിൽ, നല്ല സാക്ഷ്യം വഹിക്കണമെങ്കിൽ നിങ്ങൾ വില കൊടുത്തേ മതിയാവും. സ്തോത്രം. സുഖസൗകര്യത്തിലല്ല. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾക്ക് ഇന്നെല്ലാ മാതാപിതാക്കൾ പറയുന്ന കാര്യമാണ്, എനിക്ക് വിദ്യാഭ്യാസം ഇല്ലായിരുന്നു അതുകൊണ്ട് അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നു, ഞങ്ങൾക്ക് വണ്ടി ഇല്ലായിരുന്നു, ഞങ്ങൾക്ക് വീടില്ലായിരുന്നു, ഞങ്ങൾക്ക് എന്തൊക്കെ ഇല്ലായിരുന്നു, അതെല്ലാം അവന് കൊടുക്കാൻ വേണ്ടി, അവർക്ക് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ അധ്വാനിക്കുക. അതല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. അത് ജാതികളുടെ ചിന്തയാണ്. ജാതികളുടെ ചിന്ത, അവരുടെ ജാതികളുടെ മര്യാദ നിങ്ങൾ ചെയ്യരുത് എന്ന് കൽപ്പനയാണ്. സ്തോത്രം. പക്ഷെ ദൈവം എന്താ ആഗ്രഹിക്കുന്നു? ഞാൻ നിനക്ക് തന്ന പ്രമാണങ്ങളെ അത് നിന്റെ മക്കളോടും
അത് മക്കളുടെ മക്കളോടും അവരുടെ മക്കളോടും 3 തലമുറ വരെ നീ അതേ പഠിപ്പിച്ച് അനുസരിച്ചാൽ 1000 തലമുറ വരെ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. 1000 തലമുറ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. 3 തലമുറ നീ ചെയ്തു കൊടുത്താൽ മതി. അതുകൊണ്ട് അബ്രാഹാം, ഇസാക്ക്, യാക്കോബ് 3 തലമുറ അവർ അനുഗ്രഹിക്കപ്പെട്ടു. സ്തോത്രം. ഒരു വാക്യം വായിക്കാം. 2 പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായം 13-ാം വാക്യം. 2 പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായം 13-ാം വാക്യം. അപ്പോസ്തലൻ പത്രോസ് അവിടെ സ്തോത്രം ഘോഷിക്കുന്ന ഒരു കാര്യം, എന്നാൽ നാം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും നമ്മളെ കാത്തിരിപ്പ് പത്രോസ് ഓർപ്പിക്കുകയാണ്. സകലവും നഷ്ടപ്പെടുത്തി എന്തിനു വേണ്ടി? യേശു ക്രിസ്തുവിന് വേണ്ടി. ഇവരെല്ലാം നഷ്ടപ്പെടുത്തിയവരാ. അറിഞ്ഞുകൊണ്ട് നഷ്ടപ്പെടുത്തി, അറിഞ്ഞുകൊണ്ട് വിറ്റു. സ്തോത്രം. കിട്ടിയാ? ആദ്യം കിട്ടി. 2 പത്രോസ് 3:13. കാത്തിരിക്കുന്നു. അപ്പോൾ എന്നാൽ നാം അവൻ്റെ വാഗ്ദത്ത പ്രകാരം പുതിയ ആകാശം, പുതിയ നീതി വസിക്കുന്ന. അപ്പോൾ എവിടെയാണ് സ്തോത്രം? നീതി വസിക്കുന്ന ഒരു പുതിയ ആകാശവും പുതിയ ഭൂമി അവൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ഇവിടെ നീതി ലഭിക്കില്ല. ഏത് സഭയിൽ നമ്മളായിരുന്നാലും, എത്ര അനുഗ്രഹിക്കപ്പെട്ട ദേവദാസനാണെന്ന് പറഞ്ഞാലും, നമുക്ക് എത്ര കൃപയെന്ന് പറഞ്ഞാലും, നാം വസിക്കുന്ന ലോകം പാപലോകമാണ്. സ്തോത്രം. കർത്താവ് അവൻ വാഗ്ദത്തം ചെയ്തു. എന്ത് ചെയ്തു? നീതി വസിക്കുന്ന പുതിയ, പഴയതുമല്ല, പുതിയ ആകാശവും പുതിയ ഭൂമിക്കായി. അതിനുവേണ്ടിയാണ് നമ്മളെ കാത്തിരിപ്പ്. അതിനുവേണ്ടി കർത്താവ് വിളിച്ചത്. സ്തോത്രം. ഞാൻ എൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് വേണ്ടി അയച്ചു തരും. അവൻ വരുമ്പോഴോ അവൻ നിങ്ങളെ സകല നീതിയിലും സകല സത്യത്തിലും വഴി നടത്തും. ഒരു വാഗ്ദത്തം. രണ്ടാമത്, ഞാൻ പോകുന്നു, നിങ്ങൾക്ക് കൂടി ഒരു ഭവനം ഒരുക്കുവാൻ പോകുന്നു. അപ്പോൾ എന്തിനു വേണ്ടിയാണ് പോയത്? എനിക്ക് നിങ്ങൾക്കൊരു ഭവനം ഒരുക്കാൻ. ഇവിടെ ഒരു വീട് ഉണ്ടായിട്ട് കാര്യമില്ല. തൽക്കാലത്തേക്ക് ജീവിക്കാൻ വീട് വേണം. സ്തോത്രം. അത് കർത്താവ് എല്ലാവർക്കും കൊടുത്തിട്ടുമുണ്ട്. നമ്മളാരും തെരുവിൽ ജീവിക്കുന്നവരല്ല. വാടകയ്ക്കാണെങ്കിലും എപ്പോഴും എല്ലായിടത്തും പറയുന്ന ഒരു കാര്യമാണ്, വാടകയ്ക്കാണെങ്കിലും അത് വെയിലും മഴയും കൊള്ളാതെ അതൊരു മേൽക്കൂര ഉള്ള ഒരു ഇടമുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. മാസം മാസം വാടക കൊടുക്കുവാൻ അവൻ വഴി തുറക്കും. ഒന്നെങ്കിൽ വേലക്കാർക്കോ അല്ലെങ്കിൽ ജോലിക്കാർക്ക് ജോലി ചെയ്തൊക്കെ ശമ്പളം കിട്ടും. ആ ശമ്പളം അതേ സ്തോത്രം നീതിയായി അല്ലെങ്കിൽ ദൈവത്തിനെ പ്രാർത്ഥിച്ച് ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു നീക്കിയിരിപ്പ് ഉണ്ടാകും. നമ്മുടെ ആർഭാടം കൊണ്ടാണ് സ്തോത്രം, നിങ്ങളത് ചെയ്യുന്നവരല്ല. എങ്കിലും ഞാൻ പറയുന്നത്, നമ്മുടെ ആഗ്രഹങ്ങൾ കൂടുമ്പോഴാണ് പണത്തിന് കൂടുതൽ ചെലവ് വരുന്നത്. സ്തോത്രം. അപ്പോൾ പൗലോസ് പറയുന്നത്, ഞാനിത് ഇല്ലെങ്കിലും എനിക്ക് ജീവിക്കാൻ അറിയാം, ഉണ്ടെങ്കിലും ബിരിയാണി ഉണ്ടെങ്കിലും കഴിക്കും, ബിരിയാണി കഞ്ഞി കാണികളും കുടിക്കും. ഇന്ന് നമുക്ക് ബിരിയാണി മാത്രം മതി, കഞ്ഞി വേണ്ട. പണ്ട് നമുക്ക് പിതാക്കന്മാരൊക്കെ കഞ്ഞി കുടിച്ചാറാ. സ്തോത്രം. കുഴിച്ചിട്ട് നിലത്ത് കുഴിക്കും. കുഴി ഉണ്ടാക്കിയിട്ട് ചിരട്ട വെച്ച് അത് ആ ഷേപ്പിൽ ചിരട്ട വെച്ച് കുഴിച്ചെടുക്കും. അപ്പോൾ ആ ഷേപ്പിലുണ്ടോ അതിനകത്തിട്ട് കഞ്ഞി ഒഴിക്കും. അങ്ങനെ കുടിച്ചുകൊണ്ടിരുന്നു. കാരണം ജന്മിമാരുടെ കാലം അടിമകളായിരുന്നു വിശ്വാസികളും. അവരാരും പിടിപ്പിച്ചില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അടിമകളായിരുന്നു. പക്ഷെ എന്ത് ചെയ്തു? അവരുടെ യജമാന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സ്തോത്രം. ആ പ്രാർത്ഥന അവരെയും പിടിപ്പിച്ചു. അവർ രക്ഷിക്കപ്പെട്ടുകൊണ്ട് സ്തോത്രം ആലയങ്ങൾ പണിയപ്പെടാൻ തുടങ്ങി. കാരണം ദരിദ്രന് പൈസ ഇല്ലല്ലോ. സ്തോത്രം. പക്ഷേ പണമുള്ളവർ, അത് വിശ്വാസികൾ വരാൻ തുടങ്ങിയപ്പോൾ കാഴ്ചപ്പാടുള്ളവർ അവരെ വസ്തുവക വിറ്റ് സ്തോത്രം കർത്താവിൻ്റെ നാമത്തിൽ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ആലയങ്ങൾ പണിയപ്പെടാൻ തുടങ്ങിയത്. സ്തോത്രം. പ്രൈസ് ദൈവമക്കളെ കർത്താവ് അതേ സ്തോത്രം. കർത്താവ് പറയുന്ന പോലെ ആ വിധവ ആയ സ്ത്രീ, ദരിദ്രയായ വിധവയായ സ്ത്രീ, അതാണ് അവളിലേക്കാണ് കർത്താവ് യേശുവിൻ്റെ അഗ്നിജ്വാലിക്കുന്ന കണ്ണുള്ളവൻ തൻ്റെ കണ്ണ് പതിഞ്ഞത്. പണക്കാരുടെ പണത്തിലല്ല, അവരുടെ പൈസയിലല്ല, അവരുടെ കയ്യിലല്ല. എന്നാൽ ദൈവനാമത്തിന് ആലയത്തിൽ വന്ന് തൻ്റെ കഷ്ടത, അവളിലേക്ക് ബാക്കിയിരിപ്പ് ഒന്നുമില്ലാതെ, അത് അവളുടെ അഹോവൃത്തിക്കുള്ളത് പോലും ഇനി അടുത്ത സമയം വൈകിട്ട് ഞാൻ എന്ത് കഴിക്കും, ഞാൻ എന്ത് ചായയുടെ കൂടെ കഴിക്കുമെന്ന് ചിന്തിക്കാതെ അവൾക്ക് ഉണ്ടായ കാശ് അവൾ ദൈവം ആലയത്തിലിട്ടു. സ്തോത്രം. കർത്താവ് പറയാണ്, അവളാണ് ഏറ്റവും ഭാഗ്യവതി. പ്രൈസ് ദി ലോർഡ്. പത്രോസിനോട് ഓർപ്പിക്കുകയാണ്, ആ കാലം 1-ാം നൂറ്റാണ്ട് അല്ല, നമ്മുടെ ഈ അതേ കേരളത്തിലുള്ള 1-ാം നൂറ്റാണ്ടിൽ എന്ന് പറഞ്ഞാൽ അതേ സ്തോത്രം 100 വർഷം മുമ്പുള്ള വിശ്വാസികൾ ചെയ്തതും അതുതന്നെയാണ്. എന്താണ്? അവർ വിശ്വാസം നിമിത്തം അവർ പിടിച്ചുകൊണ്ടുപോകും, ജയിലിലിടും. അതുകൊണ്ട് എബ്രായ ലേഖനത്തിൽ 10-ാം അധ്യായം 35-33 വാക്യം പറയുന്നത്, അതേ നിങ്ങളുടെ സ്തോത്രം വസ്തുവകളുടെ സംഹാരം നിങ്ങൾ സന്തോഷത്തോടെ അത് സഹിച്ചുവല്ലോ. അർത്ഥാൽ അവരെ ജയിലിൽ പോയിടും, അല്ലെങ്കിൽ അല്ലാത്ത സ്ഥലങ്ങളിൽ പോയി കെട്ടിയിടും, അല്ലെങ്കിൽ അവരെ ബന്ദികളാക്കിയിടും. അവരെ വിട്ടയക്കുന്ന സമയത്ത് മടങ്ങി വരുമ്പോൾ അവരുടെ വീടുമില്ല, നാടുമില്ല, ഒന്നുമില്ല.
പക്ഷെ എന്നാൽ എന്ത് ചെയ്തു? അവർ വരുമ്പോൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, ഞങ്ങൾക്ക് ഇവിടെ ഒരു ഭവനമില്ലെങ്കിലും സ്വർഗത്തിൽ അതേ പിതാവായ ദൈവം ഞങ്ങൾക്കൊരു ഭവനം ഒരുക്കുന്നു എന്നൊരു വിശ്വാസം പ്രത്യാശയും അവർക്ക് ഉണ്ടായതോർക്കാൻ ദൈവത്തെ സ്തുതിക്കുന്ന മഹത്വപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൽ എന്ത് തുടർന്നും അത് നാം ഉപയോഗിക്കുന്ന സകല വസ്തുക്കളും അതെല്ലാം നശിച്ചു പോകും. ഒന്നെങ്കിൽ തുരുമ്പഴിച്ചു പോകും, അല്ലെങ്കിൽ അല്ലാത്ത നാശം വരും. പക്ഷേ അതേ സ്വർഗത്തിൽ അതേ സ്ഥിരമായ ഒരു കർത്താവ് നമുക്ക് ഒരുക്കുന്ന ആ സ്ഥിരമായ വാസസ്ഥലം, അത് അവിടത്തേക്ക് നമ്മൾ ചിലതൊക്കെ സ്വരൂപിച്ചാൽ കർത്താവ് താൻ തന്നെ പറയുന്നു, അത് നശിക്കാത്ത ആ സ്വർഗത്തിൽ നശിക്കാത്ത ഇടത്ത് നിങ്ങളുടെ സ്വരൂപങ്ങൾ ആയിത്തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ ദിവസങ്ങൾ അതിനുവേണ്ടി കൂടുതൽ അധ്വാനിപ്പാൻ നിങ്ങൾ അധ്വാനിക്കുന്നുണ്ടെന്നാൽ കൂടുതൽ അധ്വാനിപ്പാൻ ദൈവാത്മാ നമ്മളെ സഹായിക്കും, ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. അത് കർത്താവ് നമുക്ക് നൽകിയ എല്ലാ സൗഭാഗ്യങ്ങളോർത്ത് എല്ലാ അനുഗ്രഹങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. അതെല്ലാം അവൻ്റെ നാമ മഹത്വം വേണ്ടി ആയിത്തീരുവാൻ ദൈവാത്മാ നമ്മളെ സഹായിക്കട്ടെ. ആ ഒരു വാക്യം ഞാൻ ആമുഖമായി ആ പാട്ടിനോട് ബന്ധത്തിൽ ഞാൻ വായിപ്പിച്ചു നിന്നുള്ളൂ. എങ്കിലും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ എന്നെ വളരെ അലട്ടിയും എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു വാക്യമായിരുന്നു. അവൻ്റെ വാഗ്ദത്ത പ്രകാരമാണ് സ്തോത്രം എന്ത് ചെയ്യുന്നത്? നീതി വസിക്കുന്ന പുതിയ ആകാശം പുതിയ ഭൂമി ഞാൻ നിങ്ങൾക്ക് തരും. പുതിയ ആത്മാവിനെയാണ് തന്നത്. ലഭിച്ച ദിവസം മുതൽ ഇന്ന് വരെ ഓരോ ദിവസം ആത്മാവിൻ്റെ പുതുക്കത്തിൽ നിങ്ങൾ നടന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്തോത്രം. ആത്മാവിൻ്റെ പുതുക്കത്തിലാണ് നമ്മൾ നടക്കേണ്ടത്, പഴക്കത്തിലല്ല, പുതുക്കത്തിൽ. അപ്പോൾ ഇന്നലെ പ്രാപിച്ച വ്യാഴാഴ്ച പ്രാപിച്ച ശക്തിയല്ല ഈ വെള്ളിയാഴ്ച പ്രാപിച്ചിരിക്കുന്നത്. ഈ വെള്ളിയാഴ്ച പ്രാപിച്ചതല്ല നാളെ പ്രാപിക്കാൻ പോകുന്നത്. ഓരോ ദിവസം ആത്മാവിന് പുതുക്കത്തിൽ. പ്രൈസ് ദി ലോർഡ്. ഇതിൻ്റെ എല്ലാം അവസാനം പുതിയ ശരീരം എന്ന് നാം മരിച്ച അവനോട് അത് ആയിത്തീരുമ്പോൾ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ആ വാസസ്ഥലത്തിൽ പോകുമ്പോൾ അത് അവനെ പോലെ നാം ആയിത്തീരും. എന്ന് മനസ്സിലാവും. പലപ്പോഴും അതെ നമ്മുടെ ബൈബിൾ സ്കൂളിലൊക്കെ അതേ സാറന്മാർ പഠിപ്പിക്കുന്ന കാര്യം യാഥാർത്ഥ്യം അതാണ്. ഞാൻ എന്നെപ്പോലെ ആയിത്തീരല്ല. ഈ രാകേഷ് അവിടെ പോകുമ്പോൾ രാകേഷ് അല്ല, എൻ്റെ ഭാര്യ ശോശാമ്മ അവിടെ പോകുമ്പോൾ ശോശാമ്മ ആയിട്ടേ അല്ല. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം അപ്പന്മാരെയും അമ്മമാരും മരിച്ചവരൊന്നും കാണത്തില്ല. നമ്മൾ ആരെ കാണാൻ പോവുക? ക്രിസ്തുവിനെ, നമ്മുടെ മണവാളനെയാണ് കാണാൻ പോകുന്നത്. രാജാതി രാജാവിനെയാണ് കാണാൻ പോകുന്നത്. കാരണം മാത്രം നാം എല്ലാം അവിടെ ആയിത്തീരുമ്പോൾ നാം അവനെപ്പോലെ ആയിത്തീരും. എന്നാൽ ഇന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് എന്നെ രാകേഷ് പാസ്റ്ററായി കാണാം, എൻ്റെ ഭാര്യ ശോഷമായി കാണാം, പാസ്റ്ററിനെ സുനിൽ പാസ്റ്ററായി കാണാം. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ ഞാനും ക്രിസ്തു, പാസ്റ്ററും ക്രിസ്തു, എൻ്റെ ഭാര്യയ്ക്ക് നമ്മളെല്ലാം ക്രിസ്തുക്കളാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം വന്നില്ല. നാം എല്ലാം ക്രിസ്തുക്കളാ. അവനെ പോലെ ആയിത്തീരാൻ വേണ്ടിയാണ് വിളിച്ചത്. ആ ഒരു അവസ്ഥയായിരുന്നല്ലോ ആദാം ഹവ്വയ്ക്കും. അപ്പോൾ അവനെ പോലെ മക്കളെന്ന പദവിയിലേക്ക് നാം പൂർണ്ണമായി ആയിത്തീരും. സ്തോത്രം. എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് ഈ മരുഭൂമി യാത്രയിൽ അതേ ദിവസം കഷ്ടങ്ങളുണ്ട്, ഓളങ്ങളുണ്ട്, ഭാരങ്ങളുണ്ട്. അതിൻ്റെ മധ്യത്തിൽ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. ലോകാവസാനത്തും എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. പരീക്ഷയുടെ ടെൻഷനൊന്നും കഴിഞ്ഞല്ലോ. ഇനി റിസൾട്ടിന് ടെൻഷനുണ്ടോ? ഇല്ല. കാരണം അത് നോക്കൂല അടുത്ത അല്ലേ, പ്രൊമോഷനാണ്. അവിടെ ചെന്നാൽ മോനെ ഞാൻ ദിവസങ്ങൾ പറയുന്ന കാര്യം അതും കൂടി പറയട്ടെ. മനസ്സിലായി. അവിടെ ചെന്നാൽ പരീക്ഷയുമില്ല. സ്വർഗത്തിൽ പോയാലേ നോ എക്സാം, ഫ്രീയാ. സ്തോത്രം. അവിടെ ചെന്നാൽ പ്രാർത്ഥനയുമില്ല. ബൈബിളിൽ എഴുതാത്ത കാര്യമാണ്, പക്ഷേ അതിൽ ഉൾപ്പെട്ട കാര്യമാണ്. മരണമില്ല, ദുഃഖമില്ല, മുറവിളിയില്ല, കണ്ണുനീരില്ല, പിന്നെ ഒന്നും കൂടെ പ്രാർത്ഥനയുമില്ല. അതുകൊണ്ട് ഇവിടെ ലഭിക്കുന്ന സമയം ഒറ്റയ്ക്കുള്ള പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന, സഭയായ പ്രാർത്ഥന, ഉപവാസ പ്രാർത്ഥന, മുഴുരാത്രി പ്രാർത്ഥന. കേട്ടിട്ടുണ്ടോ? മുഴുരാത്രി പ്രാർത്ഥന. ഞാൻ വളരെ സന്തോഷം. ഈ എച്ച്.എം.ഐയുടെ കലണ്ടർ കണ്ടപ്പോൾ ഇവിടെ വന്നപ്പോൾ ആദ്യമായിട്ടാണ് എച്ച്.എം.ഐയുടെ കലണ്ടർ കാണുന്നത്. അവർക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ പല ഇടങ്ങളിൽ തിരുവല്ല, ആലുവയിൽ നിന്ന് എൻ്റെ വീട് ആലുവ, ഭാര്യ വീട് തിരുവല്ല വന്ന് ചില മാസങ്ങൾ മുഴുവൻ പ്രാർത്ഥന നടത്തുമായിരുന്നു. എച്ച്.എം.ഐയുടെ ബന്ധത്തിലായിരുന്നു. സ്തോത്രം. പലയിടത്തും അതൊക്കെ വിട്ടിട്ട് ഇപ്പോൾ 10 വർഷമായി. സ്തോത്രം. ഈ ഇവിടെ വന്നപ്പോൾ ഇപ്പോൾ ഒരു 2 തവണ ഒരു മുഴുവൻ, അതും 12:30-1 മണി വരെ ഉള്ളൂ, എങ്കിലും രാത്രി പ്രാർത്ഥനയാണ്. സ്തോത്രം. അപ്പോൾ കർത്താവിനെ മുഴങ്കാൽമേ പ്രാർത്ഥിക്കുക, ആത്മാവിൽ പ്രാർത്ഥിക്കുക, അതേ ആത്മഭാരത്തോടെ പ്രാർത്ഥിപ്പാൻ, കണ്ണുനീരോടെ പ്രാർത്ഥിപ്പാൻ, അതേ ശ്രദ്ധയോടെ പ്രാർത്ഥിപ്പാനൊക്കെ, അത് ഏതൊക്കെ എങ്ങനെയൊക്കെ ബൈബിൾ പറഞ്ഞിട്ടുണ്ടോ മുട്ടുകൂത്തി പ്രാർത്ഥിപ്പാനൊക്കെ ദൈവാത്മാവ് ഈ ദിവസങ്ങൾ നമുക്ക് കൃപ നൽകട്ടെ. അവിടെ ചെന്നാൽ പ്രാർത്ഥന ഇല്ല. അതുകൊണ്ട് കർത്താവേ സ്തോത്രം. ഇനി ലഭിക്കുന്ന സമയങ്ങളെല്ലാം പ്രാർത്ഥിച്ച് ലഭിക്കുന്ന അവസരം. അതുകൊണ്ട് പൗലോസ് പറയുന്നത്, തെസ്സലോനിക്കയിൽ പറയുന്നത്, അത് ഇടവിടാതെ പ്രാർത്ഥിക്കണം, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ. സ്തോത്രം. മാത്രമല്ല എല്ലാത്തിനും സ്തോത്രം ചെയ്യുവിൻ. എന്താണ് എല്ലാത്തിനും സ്തോത്രം? ഉപ്പെടുത്താലും സ്തോത്രം പറയണം. ചാള വെട്ടുമ്പോഴും അയില വെട്ടുമ്പോഴും സ്തോത്രം പറയണം. മേടിക്കാൻ പോകുമ്പോഴും
സ്വോത്രം പറയണം. സ്കൂളിൽ ഇറങ്ങാൻ പോകുമ്പോൾ സ്വോത്രം പറഞ്ഞ് പോകണം, പ്രാർത്ഥിച്ചും പോകണം. സ്കൂളിൽ എത്തുമ്പോഴും അവിടെയും സ്വോത്രം, മടങ്ങി വരുമ്പോൾ സ്വോത്രം. വണ്ടി സ്റ്റാർട്ട് ഭർത്താക്കന്മാരോടും സഹോദരന്മാരും പറയണം. അതേ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്വോത്രം പറഞ്ഞ് ഒരു വാക്ക് സ്വോത്രം പറഞ്ഞിട്ടെങ്കിൽ വണ്ടി ഏത് സമയത്ത് എടുത്താലും, ഒരു ദിവസം 100 തവണ നിങ്ങൾ വണ്ടി ഓടിച്ചാൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആ 100 സ്തോത്രം പറയണം. അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ പ്രവാചകനോ പ്രവാചികയുടെ വലിയ ആവശ്യം വരില്ല. അല്ലെങ്കിൽ അവരൊന്നും പറയും, ദിവസം നിങ്ങൾക്ക് ഒരു ദുർഘടം വരാൻ പോവാണ്, ഒരു ആക്സിഡൻറ്റ് സംഭവിക്കാൻ പോകുന്നു. കാരണം എന്താണ്? നമ്മൾ സ്തോത്രം പറയാത്തതുകൊണ്ട്. കർത്താവ് ഓൾറെഡി നമ്മളോട് കൽപ്പന പറഞ്ഞിട്ടുണ്ട്, സ്തോത്രം പറയണം. ഇടവിടാതെ പ്രാർത്ഥിക്കുന്ന കൽപ്പന ഇരിക്കെ നമ്മൾ ചെയ്യാത്തതുകൊണ്ടാണ് പ്രവാചകൻ നമ്മൾ പൈസ കൊടുത്ത് വരുത്തിയിട്ട് ഫ്രീയിലെ പ്രവാചകന്മാർക്കായ സ്തോത്രം. അല്ലാതെ അല്ലോ ഞാൻ പൈസ കൊടുത്തിട്ട് ഉപവാസ പ്രാർത്ഥന ഇരുന്നിട്ട് നമ്മൾ പറയും ആക്സിഡൻറ്റ് സംഭവിക്കാൻ പോകുമ്പോൾ പ്രാർത്ഥിക്കണം. അതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം ചെയ്താൽ അത് നടക്കില്ല. ആ പ്രവാചകനോടുള്ള സ്വന്തം പൈസ 1000 രൂപ അവിടെ കൊടുക്കുന്ന നേരം കൊണ്ട് പാസ്റ്ററിന് കൊടുത്താൽ, സഭയ്ക്ക് കൊടുത്താൽ അത്രയും നല്ലത്. പാസ്റ്റർമാരായി സഭയായി വിളിക്കുന്ന പ്രവാചകന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഹല്ലേലൂയ. അതിനോട് ചേർന്നൊരു വാക്യം കൂടി, ആമോസ് പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 13-ാം വാക്യം. ആമോസ് 4:13. ആമോസ് 4-ാം അധ്യായം 13-ാം വാക്യം. പ്രവാചകൻ ഓർപ്പിക്കുകയാണ്, ദൈവസഭയെ ഓർപ്പിക്കുകയാണ്, ദൈവ ജനത്തെ ഓർപ്പിക്കുകയാണ്. എന്താണ്? ഈ പർവ്വതങ്ങളെ നിർമ്മിക്കുകയും കാറ്റിനെ സൃഷ്ടിക്കുകയും മനുഷ്യനോട് അവൻ്റെ നിരൂപണം ഇന്ന് എന്ന് അറിയിക്കുകയും പ്രഭാതത്തെ അന്ധകാരമാക്കുകയും അതെ, ഒരുവനേ ഉള്ളൂ സ്തോത്രം. ക്രിസ്തീയ പാരമ്പര്യത്തിന് എന്നെയും എൻ്റെ ഭാര്യയെ വിളിച്ച് വേർതിരിച്ചു. ഹൈന്ദവ പാരമ്പര്യത്തിന് നിങ്ങളെ ചിലരെ വിളിച്ച് വേർതിരിച്ചു. മുസ്ലിം പാരമ്പര്യത്തിന് അനേകം കർത്താവ് വിളിച്ച് വേർതിരിച്ചു. ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തിനാ സ്തോത്രം? ഹല്ലേലൂയ. അവൻ ഏകൻ മാത്രമേ ഉള്ളൂ. ആരാധി യോഗ്യനായവൻ, സ്തുതിക്ക് യോഗ്യനായവൻ, വിടുവിപ്പാൻ യോഗ്യനായവൻ ഏകനുള്ളൂ, ഒരുവനേ ഉള്ളൂ. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എന്നാകുന്ന അവൻ്റെ നാമം. അവൻ എന്ത് ചെയ്യുന്നു? പർവ്വതങ്ങളെ സ്തോത്രം നിർമ്മിക്കുന്ന ദൈവം. പർവ്വതം ഉണ്ടാക്കിയത് എന്തിനും ഒരു ഉദ്ദേശമുണ്ട്. സ്തോത്രം. അരാരാത് പർവ്വതമാണ് ഏറ്റവും ആദ്യത്തെ പർവ്വതം കാണുന്നത്. ആ പർവ്വതം സ്തോത്രം അറിയപ്പെടാൻ കാരണം എന്താണ്? പെട്ടകം 14 മാസം, 8 പേരുള്ള പെട്ടകം, സകല ജീവജന്തുക്കളും ഇഴജന്തുക്കളും എല്ലാം ഉണ്ടായിരുന്നു. ആ പെട്ടകം 14 മാസം. ഞാൻ മറന്നുപോയ വിഷയം ദൈവാത്മാ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ച് എണ്ണിയെല്ലാം നോക്കി, ബൈബിൾ വായിച്ചൊന്ന് എണ്ണി നോക്കി. 14 മാസം, ഒരു വർഷവും 2 മാസം, 14 മാസം. ഇതിനെല്ലാം ഈ 8 ജീവനുള്ള മനുഷ്യൻ എന്ത് ചെയ്തു? 14 മാസം സഹിച്ചു. എന്ത് സഹിച്ചു? ഈ എല്ലാ മൃഗങ്ങളുടെയും കാഷ്ടം മണം. കാഷ്ടം എന്ന് പറഞ്ഞാൽ മനസ്സിലായി? അത്രയും അങ്ങനെ അത്രയും വിസർജനങ്ങളൊക്കെ അതിന് മണം അടിക്കൂലേ? അവിടെ അന്ന് ഇന്നത്തെ പോലെ ഔട്ട്ലെറ്റ് കൊടുത്തോന്ന് എനിക്കറിയില്ല. നമ്മുടെ ഇന്നത്തെ ടോയ്ലറ്റിന് ഔട്ട്ലെറ്റ് കൊടുത്തോന്ന് എനിക്കറിയില്ല. സ്വതന്ത്രം കാരണം മുഴുവൻ വെള്ളമായതുകൊണ്ട് കൊടുക്കാൻ സാധ്യത ഉണ്ടായിട്ടുണ്ടാവും, അറിയില്ല. അത്രയും ബുദ്ധി എനിക്കിപ്പോൾ ഇല്ല. സ്വതന്ത്രം എന്തായാലും കർത്താവ് പറഞ്ഞിട്ടില്ല. എന്തായാലും അതിനെല്ലാം മാത്രമല്ല, ഇതിൻ്റെ ഈ ഇതിൻ്റെ എല്ലാ ജന്തുക്കളുടെയും അവരുടെ ആ മണം ഉണ്ടല്ലോ, അവരുടെ വിയർപ്പിൻ്റെ മണം. സ്വതന്ത്രം അത് മണത്തോണ്ട് 14 മാസം ഇരുന്നു. 14 മാസം യഹോവയാം ദൈവം മിണ്ടിയില്ല. അതിനു മുമ്പേ വലിയ കാര്യം പറഞ്ഞു. യെസ്, പണിയാൻ വേണ്ടി പറഞ്ഞു. നിൻ്റെ കുടുംബത്തിന് രക്ഷയ്ക്കായി നീ പെട്ടകം പണിയണം, എങ്ങനെ പണിയെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അകത്ത് കയറി പിന്നെ എന്തെങ്കിലും അടുത്തത് കിട്ടണ്ടേ? എത്ര മാസമാണ്, എത്ര വർഷമാണ്, ഒന്നും ദൈവം മിണ്ടിയില്ല. പക്ഷെ ആവശ്യമുള്ള കരുതൽ ഉണ്ടായിരുന്നു. ഭക്ഷണമാണെങ്കിൽ ഭക്ഷണം ആയിക്കോട്ടെ, ബാക്കിയെല്ലാം ദൈവം അവർക്ക് നൽകി. 14 മാസം കഴിഞ്ഞപ്പോൾ ദൈവം സ്വതം സംസാരിച്ചു നോഹയോട്, നീ വാതിൽ തുറക്ക. സ്തോത്രം. കാരണം എന്താണ്? അത് വന്ന് അരാരാത് പർവ്വതത്തിൽ ഉറച്ചു. സ്തോത്രം. ദൈവം ഉണ്ടാക്കിയ അരാരാത് പർവ്വതം, അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് വിശുദ്ധ സ്ഥലം എന്നാണ്. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ ജനമായിരുന്നു യാത്ര ചെയ്തത്. 14 മാസം അവർ കറങ്ങി. പിശാചിന് പോരാട്ടങ്ങൾ ഉണ്ടായില്ല. വെള്ളത്തിൽ തിരമാലകളും ഓളകളും കാറ്റും അതേ സ്തോത്രം ഒന്നും ഉണ്ടായില്ല. അവർ സമാധാനം. പക്ഷേ എന്ത് കാര്യമുണ്ട്? അത് ആശങ്കയുണ്ട്. എവിടെ എത്തിച്ചേരും, എപ്പോൾ പോവും? ഇവിടുന്ന് പുറത്തിറങ്ങണ്ടേ? എപ്പോൾ ഇറങ്ങുന്ന അറിയില്ല. പക്ഷെ ആ ആശങ്കയിലും ദൈവാത്മാവ് അവർക്ക് സമാധാനത്തോടെ, ക്രിസ്തുവിൻ്റെ അതേ സ്വതം സ്വർഗീയ സമാധാനത്താൽ അവരെ നിറച്ച് സ്തോത്രം. ആ ദൈവത്തിന് സമയം വന്നപ്പോൾ അവർ ഇറങ്ങി. അവർ അരാരാത് പർവ്വതത്തിൽ അവർ ഉറച്ചപ്പോൾ ഇറങ്ങി ദൈവത്തിന് ഒരു യാഗം അർപ്പിച്ചു. പ്രൈസ് ലോർഡ്. അതേ മറുവശം ഹല്ലേലൂയ, അത് ദൈവം നിർമ്മിച്ച പർവ്വതങ്ങളെ അതേ സ്ഥാനത്ത് ഹല്ലേലൂയ, ആ പർവ്വതം നമുക്ക് ഭാരമായി തീരുമ്പോൾ അതേ പ്രവാചകൻ പറയാണ്, സ്വരൂപാബേലെ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ മഹാപർവ്വതം അത് സമഭൂമിയായി തീരും.
പ്രൈസ് ദി ലോർഡ്. ഉണ്ടാക്കുന്നവന് സമഭൂമി ആക്കാനും അറിയാം. നമുക്ക് വേണ്ടി ചില അനുഗ്രഹങ്ങൾ നൽകുമ്പോൾ മറുവശത്ത് സ്തോത്രം നമുക്കെതിരായ പിശാച് പ്രവർത്തിക്കുമ്പോൾ സ്തോത്രം നമുക്ക് ചില ഭാരങ്ങൾ വരുമ്പോൾ അതിനെ സ്തോത്രം സമഭൂമിയാക്കുവാൻ നമ്മുടെ കർത്താവിന് മാത്രം സാധിക്കുള്ളൂ. അതുകൊണ്ട് പറയുന്നത് അവൻ ഏകനാകുന്നു, അവന്റെ പേരാണ് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ. അല്ലാത്ത വശം യേശു ക്രിസ്തു സ്തോത്രം. ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അത് വലിയ പ്രവൃത്തികൾ ഈ ദിവസങ്ങൾ കൂടുതലായി അതേ കർത്താദാസൻ കുടുംബം പുതിയ സ്ഥലത്ത് അനുഭവിക്കാനും ദൈവസഭ ഈ ദേശത്ത് കർത്താവ് ഉയർത്തുവാൻ ദൈവാത്മാ നമ്മളെ സഹായിക്കും ബലപ്പെടുത്തുകയും ചെയ്ത് സമയം നൽകിയ ദേവദാസനോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട്